അലൈക്കും. നമ്മളെ പാടപ്പത ബാബാ ഭാരതി ഒരു വികലാംഗൻ്റെ അടുത്ത് എത്തിപ്പെട്ടു. അവിടെ വരെ എത്തി. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ യാചിക്കുന്ന നല്ലൊരു സന്ദർഭമാണ് അവിടെ എത്തിയത്. അപ്പോൾ അദ്ദേഹം ചോദിക്കുക, നിങ്ങൾക്ക് എന്ത് പ്രയാസമാണെന്നാണ് ചോദിക്കുന്നത് ബാബാ സാഹിബ്. ശേഷം പറയാണ്, അപ്പാഹിജിനെ അപ്പാഹിജ്, ആ വികലാംഗൻ ഹാത്ത് കൈ ബാന്ധക്കർ കഹ, കൈ കൂപ്പിയിട്ട്, ബാന്ധന പറഞ്ഞാൽ കെട്ടുക എന്ന് അവിടെ അർത്ഥം. കൈ കൂപ്പിയിട്ട് പറഞ്ഞു, ബാബ മേ ദുഃഖി ഹു, ഞാൻ വളരെ ദുഃഖിതനാകുന്നു. മുജ്പർ മെഹർബാനി കറോ, എൻ്റെ മേൽ കരുണ കാണിക്കൂ. രാമാവാല എന്ന സ്ഥലം യഹാസെ, ഇവിടെ നിന്നും 3 മൈൽ കെ ഫാസിലെ പർ, 3 മൈലിൻ്റെ ദൂരത്താകുന്നു. ഫാസിലെ പർ ഹെ, 3 മൈലിൻ്റെ ദൂരത്ത്, അതായത് ഇവിടെ നിന്ന് ഒരു 3 മൈൽ പോയാൽ രാമാവാല എന്ന സ്ഥലം എത്തും. മുജെ വഹാ ജാനാ ഹെ, എനിക്കവിടെ പോകണം, എനിക്ക് അവിടേക്ക് എത്തേണ്ട ആവശ്യമുണ്ട്, പോകണം. ഗോഡേ പർ ചടാലോ, എന്നൊന്ന് ഈ കുതിരയുടെ മേലൊന്ന് കയറ്റി തരൂ. പരമാത്മ തുമാര ബല കരേക, പരമാത്മാവ് അതായത് ദൈവം, തുമാര നിങ്ങളെ ബല കരേക, അതായത് നിങ്ങൾക്ക് അനുഗ്രഹം ചെയ്യും, നിങ്ങൾക്ക് നന്മ ചെയ്യും, ഉറപ്പാണ്. എന്നൊന്ന് സഹായിക്കണം, ഒരു വഴിയില്ലായിട്ടാണ്. വഹാ തുമാര കോൻഹെ, അവിടെ നിൻ്റെ ആരാണ്? ബാബാനെ പൂച്ച. ബാബ ചോദിച്ചു, ദുർഗാത്ത് ഹക്കീം കാ നാം ആപ്നെ സുനാ ഹോഗ, ദുർഗാത്ത് ഹക്കീം കാ നാം, ദുർഗാത്ത് ഹക്കീമിൻ്റെ പേര് ആപ്നെ സുനാ ഹോഗ, താങ്കൾ കേട്ടിട്ടുണ്ടാകും. ഞാൻ ഉൻകാ സവേത്ല ബായി ഹു, ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു അമ്മോനാണ്, അതായത് ഉമ്മ വഴിയിലുള്ള സഹോദരൻ, അതായത് ഞാൻ അദ്ദേഹത്തിൻ്റെ അമ്മോനാകുന്നു. അതുകൊണ്ട് എനിക്ക് ആ ദുർഗാത്ത് ഹക്കീമിൻ്റെ അടുത്തേക്കൊന്ന് പോകണം. അപ്പോൾ അദ്ദേഹം ബാബാ ഭാരതിനെ ഗോഡേസെ, ബാബാ ഭാരതി തൻ്റെ കുതിരയുടെ അടുത്തു നിന്നും കുതിരയുടെ മേൽ നിന്നും ഉത്തർക്കർ ഇറങ്ങിയിട്ട് അപ്പാഹിജ്കോ, ഈ വികലാംഗനെ ഗോഡേപ്പർ, ഈ കുതിരയുടെ മേൽ സവാർക്കിയ, യാത്ര ചെയ്യിപ്പിച്ചു. അതായത് യാത്ര ചെയ്തോളുള്ള രീതിയിൽ അദ്ദേഹത്തെ യാത്ര ചെയ്യിപ്പിച്ചു. അത് അങ്ങനെ കളഞ്ഞിട്ടില്ല. ഹുദ്, എന്നിട്ടോ ഹുദ് സ്വയം, അതായത് ബാബാ ഭാരതി സ്വയം ഉസ്കി ലഗാം, ആ കുതിരയുടെ ജീനി പക്കഡ്കർ പിടിച്ചിട്ട് ആഹിസ്ത ചലനെ ലഗെ, സാവധാനം അവൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ചലിക്കാൻ തുടങ്ങി. ചലിക്കാൻ തുടങ്ങി, അതായത് അതിൻ്റെ കൂടെ ഇങ്ങനെ നടക്കാൻ തുടങ്ങി. അച്ചാനക്ക് പെട്ടെന്ന് അദ്ദേഹം ഏക്ക് ജഡ്കാസ, അതായത് അദ്ദേഹത്തിന് ഏക്ക് ജഡ്കാസ മഹസൂസ് ഹുവ, ഒരു വിറയൽ പോലെ, ഒരു തള്ളൽ പോലെ അനുഭവപ്പെട്ടു. അതായത് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും, പെട്ടെന്നൊരു തള്ളൽ അനുഭവപ്പെട്ടു അദ്ദേഹത്തിന്. എന്നിട്ടോ ഓർ ലഗാം ജീനി ഹാത്സെ, കയ്യിൽ നിന്നും ചൂട്ട് ഗൈ, മോചിക്കപ്പെട്ടു, അതായത് കയ്യിൽ നിന്നും വിട്ടുപോയി. എന്നാലോ ജബ് ഉനേനെ ദേക്ക, അദ്ദേഹം കണ്ടപ്പോൾ, എന്തെന്നാൽ ആ കണ്ട കാര്യം ഇങ്ങനെ പറയാട്ടോ, കണ്ടപ്പോൾ എന്തെന്നാൽ എന്താണ് അദ്ദേഹം കണ്ടത്? ഏക് അപ്പാഹിജ്, ഒരു വികലാംഗൻ, ഗോട്ടേക്ക് പീഡ് പർ, ഗോട്ടയുടെ പുറത്ത്, അതായത് കുതിരയുടെ പുറത്ത്, തൻകർ, നല്ല വിശാലമായി നിവർന്നിട്ട് ബൈഠ, ഇരുന്നു. മാത്രമല്ല ഉസ്സെ, ആ കുതിരയെ ദൗഡായെ ലിയേ ജാ രഹേ ഹേ, ഓടിപ്പിച്ച് എടുത്തുകൊണ്ട് കൊണ്ടുപോയിരിക്കുന്നത് അദ്ദേഹം കണ്ടപ്പോൾ, അതായത് കയ്യിൽ നിന്ന് അങ്ങ് വിട്ടപ്പോൾ അദ്ദേഹം കണ്ടെന്താണ്, തൻ്റെ കുതിരയുടെ മേലിൽ ഒരു വികലാംഗൻ ഇങ്ങനെ ഇരുന്നിട്ട്, ഇങ്ങനെ നല്ല അടിപൊളിയായി ഇരുന്നിട്ട് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഇങ്ങനെ കണ്ടപ്പോൾ, ഉൻകി ഹൈറത്ത് കാ ഠിഖാന നഹീ രഹാ, അദ്ദേഹത്തിന് എന്താ പറയുക, വെപ്രാളത്തിൻ്റെ ഒരു ടിക്കാന എന്ന് പറഞ്ഞാൽ അത് രീതി എന്നൊക്കെ പറയാം, അത് അടയാളം എന്നൊക്കെ ഇവിടെ വെക്കാം. ഒരു അടയാളം പോലും നഹീരഹ ഉണ്ടായിരുന്നില്ല. എന്താ പിന്നെ ഉണ്ടായത്? ഉൻകെ മൂസെ, അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും ചീഹ്, ഒരു അലർച്ച, ഒരു അട്ടഹാസം നിക്കൽകൈ പുറപ്പെട്ടു. എൻ്റെ കുതിരനെ കൊണ്ടുപോയപ്പോൾ അദ്ദേഹത്തിന് വേറെ പേടിയും വെപ്രാളം എന്നല്ല തോന്നിയത്. പെട്ടെന്ന് എന്താ തോന്നിയത്? അപ്പാഹിച്ച് കാലൻ ഡാക്കൂത്ത, ഈ വികലാംഗൻ ആരാണ്? ആ കാലൻ ഠാക്കൂത്ത, കാലൻ എന്ന് പറയുന്ന കൊള്ളക്കാരനായിരുന്നു എന്ന് അദ്ദേഹത്തിന് ഇപ്പോഴായിരുന്നു മനസ്സിലായത്. തൻ്റെ കയ്യിൽ നിന്ന് അങ്ങോട്ട് വിട്ടപ്പോഴാണ് സംഭവമൊക്കെ പിടികിട്ടിയത്. അപ്പോൾ അടച്ചോനെ, ഇനിയിപ്പോൾ എന്താ, ബാബാ ഭാരതി കുച്ച് ദേർ ഖാമുഷ് രഹേ, ബാബാ ഭാരതി അല്പനേരം എന്തായി ഖാമുഷ് രഹേ, ഇങ്ങനെ മിണ്ടാതിരുന്നു, നിശബ്ദനായിക്കൊണ്ടിരുന്നു. ഉസ്കെ ബാദ്, അതിൻ്റെ ശേഷം പൂരി കുവ്വത്ത് സെ, സർവശക്തിയോടെയും ചില്ലാക്കർ കഹ, അട്ടഹസിച്ചിട്ട് പറഞ്ഞു, ടെഹ്റോ, അവിടെ ഒന്ന് നിൽക്കൂ. കാലനെ ആവാസ് സുൻകർ, കാലൻ ഈ ശബ്ദം കേട്ടിട്ട് ഗോഡ റോക്ലിയ,
കുതിരയെ എന്തായി അവിടെ നിർത്തി. ഓർ ഉസ്കി ഗിർദൻ പർ, ആ കുതിരയുടെ കഴുത്തിൻ പിരടിയുടെ മേൽ പ്യാർ സെ ഹാത്ത് പീർത്തേ ഹുയെ ബോല, സ്നേഹത്തോടെ, പ്യാർ സെ സ്നേഹത്തോടെ, കൈ പിർത്തേ ഹുയെ ഒന്ന് തലോടിയിട്ട്, പിറന്നാൻ ഇങ്ങനെ അതിലൂടെ ഇങ്ങനെ ചുറ്റിക്കാന്നാണ്, അങ്ങനെ ചുറ്റിപ്പിച്ചിട്ട് തലോടിയിട്ട് ബോല പറഞ്ഞു, ബാബാ സാഹിബ്, ബാബാ സാഹിബ്, യേ ഗോഡ ആപ് ന ദൂങ്ക, ഈ കുതിരയെ ഇനി ഞാൻ തരൂല, നദൂങ്ക തരൂല. ബാബാ ഭാരതിനെ കരീബ് ആക്കർ കഹ, ബാബാ ഭാരതി അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, യേ ഗോഡ തുമേ മുബാറക് ഹോ, ഈ കുതിര നിനക്ക് മുബാറക് ഹോ, ഐശ്വര്യമാവട്ടെ, അത് നീ എടുത്തോ. മേ തുമേ ഉസ്കി വാപ്പസി കേലിയെ നഹി കഹ്ത, ഞാൻ തുമേ നിന്നോട് ഉസ്കി ആ കുതിരയെ വാപ്പസി കേലിയെ നഹി കഹത്ത, തിരിച്ചു തരാൻ വേണ്ടി നഹി കഹത്ത പറയൂല. മഗർ പക്ഷേ കാലൻ തുംസെ, കാലൻ അല്ലയോ കാലൻ, തുംസെ നിന്നോട് സിർഫ് ഏക് ദർഖാസ്ത് കർത്താഹു, ഒരു അപേക്ഷ മാത്രം ഞാൻ അപേക്ഷിക്കുന്നു, ഒരു അപേക്ഷ മാത്രമാകുന്നു നിന്നോട് എനിക്കുള്ളത്. ഓക്കെ, സിർഫ് മാത്രം, ഒരു ദർഖാസ്ത് കർത്താഹു, ഒരു അപേക്ഷ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. എന്താ അപേക്ഷ? ഉസ്സെ റദ്ദ് ന കർണ, അതിനെ നീ എനിക്ക് തിരിച്ചു തരണ്ട, അല്ല ഉസ്സെ ആ അപേക്ഷയെ റദ്ദ് ന കർണ, നീ എന്താക്കരുത്, മടക്കരുത്, അതായത് തള്ളിക്കളയരുത്. വർണ്ണ ഇനി അങ്ങനെ ആണെങ്കിൽ, അതായത് മറിച്ചാണെങ്കിൽ, അതായത് നീ തള്ളിക്കളയുകയാണെങ്കിൽ, മേരെ ദിൽക്കോ, എൻ്റെ ഹൃദയത്തെ സഖ്ത് സദ്മ പഹുഞ്ചേക, കഠിനമായ ആഘാതം എത്തിക്കും. അതായത് ഞാൻ പറഞ്ഞൊരു അപേക്ഷ നീ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് സഹിക്കൂല, എൻ്റെ ഹൃദയമാകെ അപകടത്തിൽപ്പെട്ടു പോകും. അപ്പോൾ ബാബാ ഹുക്കും ദീജിയെ, നിങ്ങൾ കൽപ്പിച്ചാലും, മേ ആപ്കാ ഗുലാം ഹൂ, ഞാൻ അങ്ങയുടെ അടിമയാണ്, അത് നിങ്ങൾ മറക്കണ്ട, നിങ്ങൾ എന്ത് കൽപ്പിച്ചാലും ഞാൻ എന്താക്കിക്കോളാം, അനുസരിച്ചോളാം. പക്ഷേ സിർഫ് യേ ഗോഡ ന ദൂങ്ക, സിർഫ് യേ ഗോഡ ന ദൂങ്ക, ഈ കുതിരയെ നിങ്ങൾക്ക് നൽകുക മാത്രം ചെയ്യൂല, ബാക്കി എന്തുമാണ് ചെയ്തോളി, ബാക്കിയൊക്കെ ഞാൻ കേട്ടോളാം. അദ്ദേഹം പറയാം, അബ് ഇനി ഗോഡേക്ക നാം നല്ലോ, ഗോഡയെ പേര് വിളിക്കരുത്. നാം ലേനാറിന പേര് വിളിക്കുക, അതായത് ഞാനിട്ടൊരു പേരുണ്ട് സുൽത്താൻ എന്ന്, ആ പേര് ഇനി മുതൽ നീ വിളിക്കരുത്. ഞാൻ തുമേ നിന്നോട് ഉസ്കെ ബാരേ മേ കുച്ച് ന കഹൂങ്ക, അതിനെക്കുറിച്ച് ഞാൻ ഒന്നും പറയൂല, എന്നോട് അതിനെക്കുറിച്ച് ഇങ്ങനെ എന്തെങ്കിലും സംസാരിക്കുക ഒന്നും ചെയ്യൂല, ഈ എൻ്റെ പേര് വിളിക്കാണ്ടെന്നാൽ മതി. മേരി ദർഖാസ്ത്, പിന്നെ എൻ്റെ അപേക്ഷ സിർഫ് യേ ഹേ, ഇത് മാത്രമാകുന്നു, എന്തെന്നാൽ ഇതും കൂടിയാകുന്നു, എന്തെന്നാൽ ഇസ് വാക്കിയേക്കാൾ ദിക്ർ ന ഹോനെ പായേ, ഈ സംഭവത്തിൻ്റെ ദിക്ർ, പരാമർശം, അതായത് ഈ സംഭവത്തിൻ്റെ ചർച്ച ന ഹോനെ പായേ, ഇനി ഒരിക്കലും ഉണ്ടാവില്ല, കഴിഞ്ഞു, ഇതോടെ കഴിഞ്ഞു. അതുകൊണ്ട് അതിൻ്റെ പേര് വിളിച്ചിട്ട് ഇനി അഥവാ നീ അതിൻ്റെ പേര് വിളിച്ച ആൾക്കാർ വിചാരിക്കും, അല്ലോ ബാബാ ഭാരതിൻ്റെ കയ്യിലുണ്ടായിരുന്ന സുൽത്താനാണല്ലോ, അതിപ്പോൾ ഈ കൊള്ളക്കാരനായ കാളൻ്റെ കയ്യിൽ നിന്ന് പറയാനൊരു അവസ്ഥ വരരുത്. നീ എന്താക്കണം, അതിനെ വേറെ എന്തെങ്കിലും പേര് വിളിച്ചോ ദയവ് ചെയ്ത്. കാലൻ്റെ മുഖം ഹൈറത്സെ, വെപ്രാളത്തോടെ അത്ഭുതത്തോടെ ഖുലാരഹ്ഗയ, എന്താ പറയുക, കോലിനാ പറഞ്ഞാൽ തുറക്കുക എന്നാ, കിലാനാ പറഞ്ഞാൽ തുറപ്പിക്കുക എന്നാണ്. അപ്പോൾ കിലാക്കർ തുറപ്പിച്ചിട്ട് അവൻ്റെ ഹൈറത്സെ വളരെ വെപ്രാളത്തോടെ അത്ഭുതത്തോടെ കുലാരഹ്ഗയ തുറന്നുകൊണ്ടേയിരുന്നു. രഹ്ഗയർന്ന തുറന്നുപോയി. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ അത്ഭുതത്തോടെ ഇങ്ങനെ പൊളിച്ചു നിന്നു. ആര്? കാളൻ. ഉസ്സേ ഖിയാൽത്ത, അവനൊരു ചിന്തയുണ്ടായിരുന്നു. എന്തെന്നാൽ ബാബാ ഭാരതി ഉണ്ടല്ലോ, ഇസ് ചൗരിക്ക് ഇത്തിലാവ്, ഈ മോഷണത്തിൻ്റെ ഇത്തിലാവ് വിവരം പോലീസ് മേ ദേക്കർ, പോലീസിനെ നൽകിയിട്ട് മുജെ എന്നെ ഗിരിഫ്താർ കറാദേങ്കെ, എന്നെ പോലീസിൽ അറസ്റ്റ് ചെയ്യിപ്പിക്കും. സോച്ച് രഹാത്ത, അവനിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. എന്തെന്നാൽ മുജെ എനിക്ക് ഇസ് ഗോഡേക്കോ, ഈ കുതിരയെ ലേക്കർ എടുത്തിട്ട് റോപോഷ് ഹോ ജാന ചാഹിയെ, ഒളിവിലാക്കപ്പെടന്നെ വേണം. ഉസ്നെ ബാബാ ഭാരതിക്ക്, അവന് പെട്ടെന്ന് തന്നെ ബാബാ ഭാരതിയുടെ ചെഹ്റേ പർ, മുഖത്ത് അപ്പിനി ആംഗം, തൻ്റെ കണ്ണുകൾ ഗാഡെ നട്ടു, അതായത് തൻ്റെ കണ്ണുകൊണ്ടൊന്ന് നോക്കി. ഓർ പൂച്ച, എന്നിട്ട് പറഞ്ഞു, ബാബാ സാഹിബ് ഇസ്മേ ഈ കാര്യത്തിൽ ആപ്കോ ക്യാ ഖത്തറ, താങ്കൾക്ക് എന്താ കാര്യം, താങ്കൾക്ക് എന്താ അപകടം ഉണ്ടാവുന്നത്? താങ്കൾക്കൊന്നും ഉണ്ടാവില്ലല്ലോ, ഞാനൊന്നും ചെയ്യൂലല്ലോ, നിങ്ങൾക്ക് പ്രശ്നമില്ലല്ലോ, നിങ്ങളെ കുതിര പോയി, ബാക്കി ഞാൻ കൊണ്ടുപോയി, അങ്ങനെ ചിന്തിച്ചാൽ പോരെ, ഇതിലിപ്പോൾ നിങ്ങൾക്ക് എന്ത് പ്രശ്നമല്ലേ? ഓക്കെ, ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ എടുക്കാം. എല്ലാവരും അർത്ഥം കേട്ടതിന് ശേഷം PDF എടുത്തിട്ട് ഞാൻ PDF വിട്ട് തന്നിട്ടുണ്ട്.
PDF എടുത്തിട്ട് ഒന്നിൽ കൂടുതൽ അർത്ഥം വെക്കന്നെ വേണം. നിങ്ങൾ കേട്ട് കഴിഞ്ഞതിന് ശേഷം എനിക്ക് മനസ്സിലായി, എനിക്കിനി അർത്ഥം വെക്കാൻ കഴിയുമെന്നുള്ളൊരു ആ ശുഭാപ്തി വിശ്വാസം വേണ്ട. അത് ഉണ്ടായിട്ട് പിന്നെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ എന്താക്കണം, ദയവ് ചെയ്തിട്ട് ശരിക്കും പോലെ എന്താക്കണം, അർത്ഥം വെച്ച് തന്നെ നോക്കാൻ വേണം. അസ്സലാമു അലൈക്കും.